ഹലോ ഗൈസ്, ദിസ് ഇസ് ഹൃദ്യ വൺസ് അഗെയിൻ. ഇന്ന് നമ്മൾ വന്ന സ്പോട്ടാണ് കോഴിക്കോട് ജില്ലയിലെ അകലാപ്പുഴ. അകലാപ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, ഇതൊരു പുഴയാണ്. പക്ഷേ ഒരു കുട്ടനാട് വൈബൊക്കെ കോഴിക്കോട് കിട്ടണമെങ്കിൽ അകലാപ്പുഴ ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. എൻ്റെ മുന്നിലുള്ള കാഴ്ചകൾ നിങ്ങൾക്കും കൂടെ കാണണ്ടേ? എന്നവാ. പ്രസിദ്ധനായ വില്യം ലോഗൻ നമ്മുടെ അകലാപ്പുഴയിൽ കൂടെ യാത്ര ചെയ്തതായി ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. അതിൻ്റെ റെഫറൻസ് എടുത്ത് നോക്കുമ്പോൾ മലബാർ മാനുവൽ എന്ന ലോഗൻ്റെ ബുക്കിൽ ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട്. റിവർ വിത്ത് ഡിസ്റ്റൻസ് എന്ന വാക്കിലൂടെയാണ് ഇത് കാണാൻ പറ്റുക. അകലമുള്ള പുഴ. ആ അകലമുള്ള പുഴ പിന്നീട് അകലാപ്പുഴയായി മാറി. മലബാർ സ്ട്രക്ചറും എല്ലാം ഈ ബുക്കിൽ മെൻഷൻ ചെയ്തു. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പരാമർശം അകലാപ്പുഴയെക്കുറിച്ചുള്ളത് ഇവിടുത്തെ അഗ്രികൾച്ചർ സെറ്റപ്പും ലാൻഡും എല്ലാം ഈ ബുക്കിൽ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. വില്യം ലോഗൻ പറഞ്ഞതുപോലെ നമുക്കിവിടെ നിന്ന് കാണുമ്പോൾ ഒരു ഓയിൽ പെയിൻറ്റിംഗ് ഒക്കെ പോലെ വളരെ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലൊരു റിവറും ഗ്രാമങ്ങളും അങ്ങനെ ഒരു പ്രത്യേകതരം കാഴ്ചയുണ്ടല്ലോ. നമ്മുടെ മനസ്സിൽ അത് നമ്മുടെ മുന്നിൽ ഇൻ റിയാലിറ്റി വന്ന് നിൽക്കുന്നത് പോലെയാണ് അകലാപ്പുഴയുടെ ഒരു പ്രത്യേകത. വില്യം ലോഗനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. മലബാറിലെ കളക്ടറായ അദ്ദേഹത്തിൻ്റെ ആ ടൈമിൽ ഇതിലൂടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ. ഒരു എഴുത്തുകാരൻ്റെ മുന്നിൽ എപ്പോഴും നല്ല നല്ല സ്ഥലങ്ങളാണ് വരിക. അതിലുൾപ്പെട്ട ഒരു ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റാണ് അകലാപ്പുഴ. ഇതിപ്പോഴും പുറം ലോകം അങ്ങനെ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഏരിയ ആണ്. നിങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് വരാട്ടോ. ഇവിടെ നമുക്ക് ഒത്തിരി നമ്മൾ ആലപ്പുഴയിലൊക്കെ കാണുന്നത് പോലെ ഹൗസ് ബോട്ടും ചെറിയ തോണികളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ ബോട്ടും ഇടത്തരം വലിയ ബോട്ടും ക്രൂസും പിന്നെ ഈ പുഴയിൽ നിന്ന് മീൻ പിടിക്കുന്നവരും പിന്നെ വലക്കാരും അങ്ങനെ ഇവിടെ മൊത്തത്തിൽ കളർഫുള്ളാണ് കേട്ടോ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു ആലപ്പുഴയുടെയൊക്കെ അവിടുത്തെ ഒരു ഭംഗിയുണ്ടല്ലോ, അത് മലബാറിൽ കാണാമെന്ന് വെച്ചാൽ അതെന്താ, അത് തന്നെയാണ് ഇവിടെ. തീവണ്ടി മൂവിയിൽ കാണിക്കുന്ന എഡിസൺ തുരുത്ത് അത് നമ്മുടെ മുന്നിലായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഈ അടുത്ത് വന്നതാണ്. നമ്മുടെ കേരളത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായ ഓണം ഇവിടെയുള്ള ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുക ഈ പുഴയിൽ വെച്ചിട്ടാണ്. അകലാപ്പുഴയിൽ വെച്ചിട്ടാണ് വള്ളം കളിയും നീന്തൽ മത്സരവും അതുപോലെ തന്നെ ഈ കരയിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള കലാകായിക മത്സരങ്ങളൊക്കെ നടത്താറ്. നമുക്കിവിടെയുള്ളൊരു ക്രൂസിൽ കയറി നോക്കാം. കാസിനോ എന്നാണ് ഈ ഒരു മിനി ക്രൂസിൻ്റെ പേര്. എന്നാൽ നമുക്കിനി ബോട്ടിൻ്റെ അകത്തുള്ള കാഴ്ചകളിലേക്ക് പോകാം. ഇൻറ്റീരിയർ സെറ്റപ്സൊക്കെ ഭയങ്കര ലക്ഷറസ് ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. 100-ലധികം പേർക്ക് ഇരിക്കാവുന്ന ഒരു മീറ്റിംഗ്സൊക്കെ ഈ താഴത്തെ നിലയിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാം. അതുപോലെ ഇൻറ്റീരിയറൊക്കെ വളരെ പെർഫെക്ഷനിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മേലത്തെ നിലയിലേക്ക് പോകുന്നതിന് മുൻപായി ഇവിടെയുള്ള റൂമൊക്കെ ഒന്ന് കാണാം. വളരെ ലക്ഷറിയസ് ആയിട്ടും പ്രീമിയം സെറ്റപ്പിലുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. മുകളിലെ നിലയിൽ ഭക്ഷണത്തിനായുള്ള വിശാലമായ ഏരിയയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ ഹൈജീൻ. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ഒരു ബെസ്റ്റ് കാര്യം. ഇവിടെ ഒരുപാട് ക്രൂസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ ക്രൂസിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും വരിക, വിസിറ്റ് ചെയ്യുക. അകലാപ്പുഴയുടെ നേരെ ഓപ്പോസിറ്റുള്ള വ്യൂ എന്താണെന്ന് ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നല്ല വ്യൂസ് ഉള്ള ഒരു ഏരിയ ആണ്. എന്നാൽ മഴ കാരണം ഇപ്പോൾ മുങ്ങിക്കിടക്കുന്ന ഒരു ദൃശ്യമാണ് കാണാൻ പറ്റുക. എന്നാലും നല്ല ഭംഗിയുള്ള ഏരിയ ആണ് കേട്ടോ. വെള്ളം കുറച്ച് കുറയുമ്പോൾ ഇവിടെ നിറയെ കക്ക ഉണ്ടാകും. പരിസരദേശത്തുള്ള എല്ലാവരും കക്ക വാരി പോകുന്നത് കാണാം. അപ്പോൾ പിന്നെ മുട്ടറ്റം വെള്ളം കുറയുമ്പോൾ ഇവിടെ നിറയെ ആമ്പൽപ്പൂക്കൾ കൊണ്ട് നിറയും. അത് ഭയങ്കര കാണേണ്ട കാഴ്ച തന്നെയാണ്. അതും കഴിഞ്ഞ് വേനലായാൽ നെൽകൃഷി ചെയ്യും ഇവിടെ. കൊല്ലം ഭാഗത്തുള്ള കുറച്ച് ആൾക്കാർ പണ്ട് കുടിയേറ്റ സമയത്ത് ഇവിടെ വന്ന് ഈ പറയുന്ന ഭൂമിയിൽ വെള്ളം കയറി കിടക്കുന്ന ഇടമായിരുന്നു. അവിടെ വരമ്പുകളൊക്കെ ഉണ്ടാക്കി അവിടെ തെങ്ങുകളൊക്കെ നട്ട് ഒരാലപ്പുഴ സ്റ്റൈലിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നൊരു ഏരിയ ആണിത്. വളരെ പണ്ടാണ് ഇത് നിർമ്മിച്ചത്. അതിൻ്റെ വൃത്തിയും മേന്മേഡ് ആയതുകൊണ്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവരിത് ചെയ്തിട്ടുണ്ട്. ഈ ബണ്ടിലൂടെ ഒരുപാട് ദൂരം കാഴ്ചകൾ കണ്ട് നമുക്ക് നടക്കാം. എന്നാൽ എത്ര നടന്നാലും ക്ഷീണം നമുക്കറിയില്ല. നല്ല കുളിർക്കാറ്റ് എപ്പോഴും നമ്മളെ ഇങ്ങനെ തഴുകിക്കൊണ്ടിരിക്കും ഇതിലൂടെ നടക്കുമ്പോൾ. ഇത് ചെളി വാരി ഇട്ടുണ്ടാക്കിയ ബണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് നല്ല തെന്നലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൂടെ നടക്കാൻ അധികം പറ്റുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ഞാനിതിൽ ഇൻവോൾവ് ചെയ്യാം. ഒരു നാട്ടു വൈബൊക്കെ അത് നമ്മുടെ മലബാറിലൊരു ആലപ്പുഴ എന്ന് പറയുന്നത് പോലെ അത്രയ്ക്ക് മനോഹരമായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ സൺസെറ്റും സൺറൈസും കാണിച്ചു തരാൻ ഇതേ സ്ഥലത്ത് ഒന്നുകൂടെ വരുന്നുണ്ട്. ഫോണിൽ ചാർജ് കുറവായതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ഒന്നുകൂടെ കാണാം. അകലാപ്പുഴ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം എല്ലാവരും ഇങ്ങോട്ട് വരണം കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് ഹൗസ് ബോട്ടുകൾ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ നിങ്ങളെല്ലാവർക്കും ഇങ്ങോട്ട് വരാം കേട്ടോ. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇത്രയും വണ്ടർഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ.
അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല സ്ഥലങ്ങൾ തേടിയുള്ള എൻ്റെ യാത്ര ഇനിയും തുടരും. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക.